നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വഴിക്കടവ് ആനമറയിൽ കാട്ടാന വീട്ടുമുറ്റത്തെ കിണർ തകർത്തു. നിരവധി കർഷകരുടെ കൃഷികൾ നശിപ്പിച്ചു. അനിയൻ പറമ്പിൽ ഖദീജയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് തകർത്തത്. നിലമ്പൂർ KSRTC ഡിപ്പോയ്ക്ക് സമീപം ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. അധികൃതരെ വിവരം അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് സമീപത്തെ സ്ഥാപനങ്ങളിലുള്ളവർ പറയുന്നു. പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പോത്തുകല്ല് പാറയ്ക്ക് സമീപമാണ് അപകടം സംഭവിച്ചത്. പറമ്പൻ ഷമീറിന്റെ മകൻ ഷാമിലാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. പാലാമഠത്ത് ഒരുക്കിയ ചെണ്ടുമല്ലിത്തോട്ടം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്ക്. ദിവസേന നിരവധി കുടുംബങ്ങളാണ് ഇവിടെ കാഴ്ച കാണാനെത്തുന്നത്. ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച ചന്തക്കുന്ന് ചാലിയർ വ്യൂ ഡോർമെട്രിയിൽ നടക്കും. AP അനിൽകുമാർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. വഴിക്കടവ് ആനമറയിൽ കാട്ടാന വീട്ടുമുറ്റത്തെ കിണർ തകർത്തു. നിരവധി കർഷകരുടെ കൃഷികൾ നശിപ്പിച്ചു. അനിയൻ പറമ്പിൽ ഖദീജയുടെ വീട്ടുമുറ്റത്തെ കിണറാണ് തകർത്തത്. 3 റിങ്ങുകൾ പൂർണ്ണമായും തകർത്തു. പുളിക്കലകത്ത് ജമീല, ഈത്തൻ കുഴിയൻ മുഹമ്മദ് അലി, നെയ്വാതുക്കൽ പാത്തുമ്മ, ഈത്തക്കുഴിയൻ യൂസഫ് എന്നിവരുടെ കൃഷികളാണ് വ്യാപകമായി നശിപ്പിച്ചത്. വീടുകൾക്ക് നേരെയും കാട്ടാനകളുടെ ആക്രമണമുണ്ട്. വീട്ടുമുറ്റത്തെ കിണർ ഉൾപ്പെടെ തകർത്തതോടെ ഈ ഭാഗത്തെ കുടുംബങ്ങൾ ആശങ്കയിലാണ്. ആനമറി ഭാഗത്ത് 100 മീറ്ററോളം ഭാഗത്ത് സോളാർ വൈദ്യുതി വേലിയില്ലാത്തതിനാൽ ഈ ഭാഗത്തുകൂടിയാണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കും എത്തുന്നത്. നിലമ്പൂർ KSRTC ഡിപ്പോയ്ക്ക് സമീപം ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. അധികൃതരെ വിവരമറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് സമീപത്തെ സ്ഥാപനങ്ങളിൽ ഉള്ളവർ പറയുന്നു. ഒരാഴ്ചയായിട്ട് ഇവിടുത്തെ അവസ്ഥ ഇതാണ്. ഞങ്ങളുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നത്. അപ്പൊ അധികാരികളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഇങ്ങനെ ഇവിടെ വെള്ളം കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഓഫീസിൽ കയറുമ്പോൾ ഭയങ്കര വരാന്തയിൽ മുഴുവൻ ചെളി, അതുപോലെ ഭയങ്കര പൊടിയും, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. സോ ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഇത് തടയാൻ വേണ്ടി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. കച്ചവട സ്ഥാപനങ്ങളിലും വക്കീൽ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് ഒരാഴ്ചയോളമായി ഇത്തരത്തിൽ വെള്ളം നഷ്ടപ്പെടുന്നത്. വേനൽക്കാലത്ത് ഇത്തരത്തിൽ കുടിവെള്ളം നഷ്ടപ്പെടുന്നതിന് പുറമെ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർക്കും ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ് പരാതി. കോടതി ആവശ്യങ്ങൾക്കും മറ്റും നിരവധി പേരാണ് ഇവിടുത്തെ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത്. പൈപ്പ് പൊട്ടിയ വിവരം അധികൃതരെ അറിയിച്ചിട്ടും ഇത്രയും ദിവസമായിട്ടും നടപടിയൊന്നും എടുത്തില്ലെന്നും ഓഫീസിലുള്ളവർ പറയുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ മുതല് ഈ പറഞ്ഞ ഇത് ഇങ്ങോട്ടൊന്ന് കാണിച്ചു നോക്കൂ. താഴേക്ക് ഈ ഒരു കടയുടെ മുന്നിൽ കൂടെയാണ് ഈ പോകുന്നത്. അവിടെ വരെ ഞങ്ങളുടെ വക്കീൽ ഓഫീസിന്റെ മുന്നിൽ കൂടെ ഒരാഴ്ചയായിട്ട് ഈ മുനിസിപ്പാലിറ്റിനോട് നമ്മൾ ഇത് പറഞ്ഞിട്ടും അവരിതുവരെ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഇതിനൊരു പോകാൻ വഴി കണ്ടിട്ടുമില്ല അവര്. ഇത് എത്ര പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ ഓരോ വക്കീൽ ഓഫീസിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കിയാൽ അറിയാം, വക്കീൽ ഓഫീസിൻ്റെ സെൻട്രലിലേക്ക് വെള്ളം കയറിയിട്ട് ഓഫീസിൽ വരെ വെള്ളം കയറാനായി. കാരണം നമ്മൾ മഴക്കാലത്ത് എങ്ങനെയാണോ നമ്മൾ അനുഭവിക്കുന്നത് അതേപോലെ പോരാത്തതിന് ഇപ്പോൾ വേനലാണ്, ആൾക്കാർക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുന്ന സമയത്താണ് ഈ സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം പരിഹാരം കാണണം എന്നാണ് ഇവരുടെ ആവശ്യം. പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പോത്തുകല്ല് പാറയ്ക്ക് സമീപമാണ് അപകടം സംഭവിച്ചത്. പറമ്പൻ ഷമീറിന്റെ മകൻ ഷാമിലാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു ഷാമിൽ. കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിപ്പോവുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവരുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലാമഠത്ത് ഒരുക്കിയ ചെണ്ടുമല്ലിത്തോട്ടം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്ക്. ദിവസേന നിരവധി കുടുംബങ്ങളാണ് ഇവിടെ കാഴ്ച കാണാൻ എത്തുന്നത്.
10 ഏക്കർ പാട്ടകൃഷിയിൽ 2 ഏക്കറിൽ സൂര്യകാന്തി, 3 ഏക്കറിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ, 5 ഏക്കറിൽ തണ്ണിമത്തനും പച്ചക്കറികളും ഉൾപ്പെടുന്നതാണ് സമ്മിശ്ര കൃഷി. കരുവാടൻ കബീറാണ് 10 ഏക്കറിൽ നയന മനോഹര കാഴ്ച ഒരുക്കിയത്. ഇവിടെ സൂര്യകാന്തി പൂക്കൾ അതിമനോഹരമായി വിടർന്നു നിൽക്കുകയാണ്. തൊട്ടടുത്തായി ഓറഞ്ച്, മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ, അല്പം മാറി വിളവെടുക്കുന്ന തണ്ണിമത്തൻ, കൂടെ കക്കരി, ചീര, കിയാർ മുതലായവ. വരമ്പൻകല്ല് സ്വദേശിയും കർഷകനുമായ കരുവാടൻ കബീർ ഇത്തവണ കൃഷി ഇറക്കിയിരിക്കുന്നത് 15 ലക്ഷം രൂപ ചിലവിലാണ്. ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച ചന്തകുന്ന ചാലിയാർ വ്യൂ ഡോർമെട്രിയിൽ നടക്കും. AP അനിൽകുമാർ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സോമിൽ ഉടമകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നിലമ്പൂർ ചാലിയാർ വ്യൂ ഡോർമെട്രി ആയ ഫോറസ്റ്റ് ബംഗ്ലാവ് ചന്തകുന്ന് മുകളിൽ വെച്ച് അടുത്ത 10-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ 2 മണി വരെ വെച്ച് നടക്കുന്നതാണ്. അതിൻ്റെ മുഖ്യ ഉദ്ഘാടനം ചെയ്യാൻ MLA മാരായ ആര്യാൻ ഷൗക്കത്ത്, അതുപോലെ തന്നെ വണ്ടൂർ MLA അനിൽകുമാർ അവരോട് പങ്കെടുക്കുന്നതാണ്. അതിൽ മെയിൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ തരുന്നതിന് വേണ്ടി നിലമ്പൂർ നോർത്ത് DFO ധനേഷ് കുമാർ IFS പങ്കെടുക്കുന്നതും, കൂടാതെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് KCN അഹമ്മദ് കുട്ടി, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി CJ ആന്റണി പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങിയത് 10, 30, 40 വർഷങ്ങൾക്ക് മുമ്പിലും മെഷീനറികളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആധുനിക മെഷീനറികൾ ഉപയോഗിക്കുന്നതിന് HP ആവശ്യമാണ്. അങ്ങനെ അത് മാറ്റിവെക്കണമെങ്കിൽ HP കൂടുതൽ കൂട്ടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു അനുമതി നൽകുന്നില്ല. അത് ഡിപ്പാർട്ട്മെന്റ് വേണ്ട സഹായങ്ങൾ നിലവിലുള്ള മില്ലുകളിലേക്ക് നൽകണമെന്ന് ഈ കമ്മിറ്റിയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നിലമ്പൂർ നോർത്ത് DFO ധനേഷ് കുമാർ സമ്മേളനത്തിൽ മുഖ്യാതിഥിയാകും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KCN അഹമ്മദ് കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി CJ ആന്റണി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. സോമിൽ വ്യവസായി രംഗത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സോമിൽ വ്യവസായ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളും മറ്റും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. വ്യവസായികൾക്ക് KSEBയുടെ കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് ഇപ്പോൾ അനുമതി ലഭിച്ചെങ്കിലും നിലവിലുള്ള HP കൂട്ടിത്തരുന്നതിന് വനംവകുപ്പ് അനുവാദം നൽകുന്നില്ല. ഈ പ്രവണത മാറ്റി നിലവിലുള്ള വ്യവസായങ്ങളിൽ മിഷനറികളും മറ്റും ആധുനികവൽക്കരണത്തിന് വേണ്ട HP വർദ്ധിപ്പിച്ചു തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും. ഫർണിച്ചർ ലൈസൻസിന്റെ മറവിൽ വലിയ റീസോകൾ എന്നിവ ഉപയോഗിച്ച് അനധികൃതമായി തടിമരങ്ങൾ ഉരുപ്പടിയാക്കി മാറ്റുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നതായി അസോസിയേഷൻ ആരോപിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അത്തരം നിയമപരമല്ലാതെ നടത്തുന്ന സ്ഥാപനങ്ങൾ നിർത്തിവെക്കുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ ജില്ലയിലെ മുഴുവൻ സോമിൽ ഉടമകൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മദാരി ഷൌക്കത്ത് അലി, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K റഷീദ് അലി, VP അബ്ദുൽ മജീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 70-ാം വയസ്സിലും കലാരംഗത്ത് സജീവ സാന്നിധ്യവുമായി ശാന്തമ്മ ടീച്ചർ. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഭാഗമായി കരിമ്പുഴ ഗവൺമെന്റ് LP സ്കൂളിൽ കഥ, കവിത, ചിത്രരചന, അഭിനയം എന്നിവയുടെ ശില്പശാലകൾ സംഘടിപ്പിച്ചു. സമാപന ദിവസത്തെ അഭിനയ ശില്പശാലയിലാണ് നർത്തകിയും നടിയുമായ ശാന്തമ്മ മാവേലി ഉദ്ഘാടകയായി എത്തിയത്. അഭിനയം എന്താണ്, അത് സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ മുഖത്ത് എങ്ങനെ പ്രതിഫലിക്കുന്നു, അവ വേദികളിൽ എങ്ങനെയാണ് കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് തുടങ്ങി ചില കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നീട് നവരസങ്ങളും വിശദീകരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് ചില വിഷയങ്ങൾ നൽകി അഭിനയ സാധ്യത കണ്ടെത്തുവാൻ പറയുകയും അവർ മനോഹരമായി വേദിയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. ചില്ലുമേടയിൽ ഇരുന്നെന്നെ കല്ലെറിയല്ലേ എന്ന ഗാനത്തിൽ കുഷ്ഠരോഗിയുടെ വേഷം അവതരിപ്പിച്ച് കുട്ടികളുടെ കയ്യടി നേടി.
വേഷപ്പകർച്ച കണ്ട് പലരും വേദിയിൽ ശാന്തമ്മ ടീച്ചറുടെ അഭിനയ മികവിനെ അഭിനന്ദിച്ചു. 70 വയസ്സ് കഴിഞ്ഞ ശാന്തമ്മ ടീച്ചർ കലാകാരനായിരുന്ന മാവേലി അച്യുതന്റെ ഭാര്യയാണ്. ആലപ്പുഴ മാവേലിക്കരയിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് നിലമ്പൂരിലെത്തുകയും മുണ്ടേരി എന്ന കൊച്ചു ഗ്രാമത്തിൽ ആദ്യമായി ബാലെ, നാടകം, കഥാപ്രസംഗം എന്നിങ്ങനെ എല്ലാത്തിനും തുടക്കം കുറിച്ച ഒരു കലാകുടുംബമാണ് ഇവരുടേത്. ഒരുപാട് ബാലെ നാടകങ്ങളിൽ നായികയായും നർത്തകിയായും ഗായികയായും തിളങ്ങിയിട്ടുള്ള ശാന്തമ്മ ടീച്ചർ 33 വർഷം അംഗൻവാടി അധ്യാപികയായിരുന്നു. പ്രായം തളർത്തുന്നുണ്ടെങ്കിലും മനസ്സ് തളരാതെ കലാരംഗത്ത് ഇന്നും തുടരുന്നു. വീനസ് എന്ന മൂത്ത മകന്റെ പേരിലുള്ള കലാക്ഷേത്രയും കൂടെ മക്കളായ ഫുലൻ ദേവിയും ജാൻസിയും കുൽസുവും ഉണ്ട്. വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിന്റെ പ്രധാന കവാടത്തിനോട് ചേർന്ന ഭിന്നശേഷിക്കാരുടെ വാഹനം മാത്രം പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയയും അതിനോടൊപ്പം തന്നെ സ്പെഷ്യൽ ട്രാഫിക് സൈൻ ബോർഡും സ്ഥാപിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇൻടാക്ടിന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചു. വണ്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നിരവധി ആവശ്യങ്ങൾക്കായി വരുന്ന വിവിധ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് നിലവിൽ വാഹനങ്ങളുടെ ആധിക്യം കാരണം വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. മുച്ചക്ര വാഹനങ്ങളിലും മറ്റൊരാളുടെ ആശ്രയത്തോടെ വരുന്നവരും ഒക്കെയായിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് ഓഫീസിൽ നിന്നും മാറി ബഹുദൂരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നടന്നു വരേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഈ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടി 12/10/2020 അന്നത്തെ ഭരണസമിതിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി മുതലായവർക്ക് കത്തുകൾ നൽകിയിരുന്നെങ്കിലും അനുകൂലമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ദ്രുതഗതിയിൽ പാർക്കിംഗ് സംവിധാനം സജ്ജമാക്കി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇൻടാക്ടിന്റെ നേതൃത്വത്തിൽ രണ്ടാമതും നിവേദനം സമർപ്പിച്ചത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് മുൻവശത്ത് പ്രധാന കവാടത്തിനരികിലായിക്കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 12/10/2020 അന്നത്തെ ഭരണസമിതിയിലെ പ്രസിഡന്റിനും ആ കാലഘട്ടത്തിലെ സെക്രട്ടറിക്കും ഒരു നിവേദനം നൽകിയിരുന്നു. പക്ഷേ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴത്തെ ഈ ഭരണസമിതിയിൽ ശുഭ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ ഒരു സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർമാരും ഉൾപ്പെടുന്ന വേദിയിൽ വെച്ചിട്ട് ഒരു അപേക്ഷ കൂടി നൽകിയിട്ടുണ്ട്. ഇൻടാക്ട് സ്റ്റേറ്റ് സെക്രട്ടറി മുഹസിൻ നാലകത്ത്, പരിവാർ വണ്ടൂർ പഞ്ചായത്ത് സെക്രട്ടറി എം അസൈൻ കോയ എന്നിവർ പങ്കെടുത്തു. പൊതുകൽ INTUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർ, കോൺഗ്രസ് മെമ്പർമാർ എന്നിവരെ അനുമോദിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജു തുരുത്തിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി പ്രസാദ് പി സ്വാഗതം പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് അലിയാപ്പു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ബ്ലോക്ക് മെമ്പർ മാധവൻ, പഞ്ചായത്ത് മെമ്പർമാരായ അബ്ദു കുന്നുമ്മൽ, ആശ, റുബീന കിണറ്റിങ്കൽ, സിന്ധു അശോകൻ, മോനിഷ, മോൾസി പ്രസാദ്, റീന എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുജീബ് സി, സെക്രട്ടറി രാധാകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നഷീദ്, തൊഴിലുറപ്പ് യൂണിയൻ പ്രസിഡന്റ് അനിൽകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. അനുമോദന ചടങ്ങിന് മണ്ഡലം വൈസ് പ്രസിഡന്റ് വള്ളിയിൽ കുഞ്ഞുട്ടി നന്ദി പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.